അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ യൂട്യൂബിൽക്കൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇതാണ് പറയണത്, നമ്മൾ ജീവിതത്തിൽ എന്താണോ വിചാരിച്ചത് അതല്ല നടക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നൊരു മൊയ്ലിയരാകേണ്ട ആളാണ്. എൻ്റെ ഉമ്മ എന്നെ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ എന്നെ കൊണ്ടാക്കിയത് ദർസിലാണ് ഉസ്താദാകാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളിക്ക് തന്നെയാണ്. ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഞാനൊരു മൊയ്ലിയരായി കാണാൻ വേണ്ടിയിട്ട്. ഉമ്മാക്കും വല്യമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫിദമോളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഫിദമോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉമ്മമ്മോട് ചോദിച്ചിട്ട് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടണം കേട്ടോ. ഉമ്മമ്മോട് ചോദിച്ചു നോക്ക് ഇപ്പച്ചിനെ എന്താക്കാനായിരുന്നു ഉമ്മമ്മക്ക് ഇഷ്ടമെന്ന് ചോദിച്ചിട്ട് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടണം. അങ്ങനെ 5ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ദർസിലാണ് പോയി, നമ്മുടെ നാട്ടിലത്തെ പള്ളിക്ക്. ഞാൻ എന്തിനാണ് ദർസിൽ പോയിരുന്നത് അറിയോ? എൻ്റെ മനസ്സിൽ മൊയ്ലിയരാകണം എന്നുണ്ടായിരുന്നില്ല. എന്താ ചോദിച്ചാൽ, നാട്ടിൽ നിൽക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ തീരില്ല. ഉസ്താദായാലൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ തീരില്ല. നമ്മുടെ പട്ടിണിയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അത് നാട്ടിൽ നിന്നാൽ തീരില്ല. നമുക്കപ്പോഴും ഗൾഫ് തന്നെയായിരുന്നു നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ നാട്ടിൽ നിന്നിരുന്നത് എന്താ വെച്ചാൽ, അന്നൊക്കെ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഉസ്താദിന് ഭക്ഷണം കൊണ്ടുവരുന്ന ആളായിരുന്നു ഞാൻ പള്ളിക്ക് പോയപ്പോൾ. അപ്പോൾ അടിപൊളി ഭക്ഷണമാണ്. രാവിലെ ഉസ്താദിനുള്ള ചോറല്ല ചായയും കടിയും ഇതൊക്കെ കൊടുന്ന് ഉസ്താദിൻ്റെ അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഞാൻ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് പെരേക്ക് വരിക. പെരേന്ന് മാറ്റി പിന്നെ പോയാൽ ചിലപ്പോൾ കളിയൊക്കെ കഴിഞ്ഞാൽ ചെല്ലുന്ന സമയത്ത് ഉസ്താദ് ഉച്ചാമ്പളത്തെ ചോറിൻ്റെ ബാക്കി ഉസ്താദിനെ അറിയാനൊന്നും നിന്നിട്ടുണ്ടാവില്ല, അതവിടെ വെച്ചിട്ടുണ്ടാവും. പിന്നെ രാത്രി ഉസ്താദിന് ഭക്ഷണത്തിന് പോകുന്നതും ഞാനാണ്. അവിടുന്ന് ഭക്ഷണം കിട്ടും. അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു നമ്മൾ. എന്താ വെച്ചാൽ നല്ല ഭക്ഷണം എന്നുള്ളത് അന്നൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളൊരു സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ആയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇപ്പോൾ ആലോചിക്കുന്നൊരു കാര്യമാണ്, തമാശക്ക് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. അതിലിപ്പോൾ നമുക്ക് പ്ലേ ബട്ടണും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഫസ്റ്റ് ടിക്ടോക്ക് തുടങ്ങണത് എന്തിനാണെന്നറിയോ? ഇങ്ങനെ നമ്മൾ മെസ്സേജ് അയക്കും ടിക്ടോക്ക് ലൈവിൽ. അന്നൊക്കെ പ്രമുഖന്മാരെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്, കുറച്ച് ലൈക്കും കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉള്ള ആൾക്കാർ. നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു വായിക്കൊന്നുമില്ല, ഭയങ്കര തിരക്കോല പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഒരാഗ്രഹം തോന്നി, ഇതൊക്കെ എന്താണ്, കുറച്ച് ഫോളോവേഴ്സ് കൂടിയാൽ അല്ലെങ്കിൽ കുറച്ച് ലൈക്ക് കൂടിയാൽ കുറച്ച് ആൾക്കാർ ഇതായാൽ. അങ്ങനെ ഒരാഗ്രഹം തോന്നിയിട്ട് ടിക്ടോക്കിൽ ഇത് തുടങ്ങിയ ആളാണ് ഞാൻ. തമാശക്കൊരു അക്കൗണ്ട് തുടങ്ങി ടിക്ടോക്കിൽ. ആ ആഗ്രഹം ഞാൻ സാധിച്ച്. അതേപോലെ അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ വന്ന് അൽഹംദുലില്ലാ ആ ആഗ്രഹം അവിടെ സാധിച്ച്. യൂട്യൂബിൽ പ്ലേ ബട്ടൺ വരെ എത്തി നിൽക്കുകയാണ്. പക്ഷേ പ്ലേ ബട്ടൺ ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. പ്ലേ ബട്ടൺ വീട്ടിലേക്ക് എത്താൻ ഇനിയിപ്പോൾ എത്ര ദിവസം എടുക്കുന്നതാവും? ഏകദേശം ഒരാഴ്ച. എന്തായാലും ഇൻഷാ അല്ലാഹ് 1 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോഴേക്കിന് കിട്ടിയാലും മതി, ബേജാറൊന്നുമില്ല. അപ്പോൾ അതാണ് പറയണത്, നമ്മളെന്താണോ വിചാരിക്കണത് അതല്ല നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ഇപ്പം ഇന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ ഇതിനൊന്നും ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയാണ് പറയണത്. പിന്നെ അപ്പോൾ പറഞ്ഞു വരാനുള്ള കാര്യം, പിന്നെ വേറൊരു കാര്യം വിചാരിക്കാതെ നടന്നത് എന്താണെന്ന് അറിയോ? 18 വയസ്സിലുള്ള എൻ്റെ കല്യാണം. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. 18 വയസ്സിൽ ഞാൻ കല്യാണം കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ ചിലപ്പോൾ സമയത്ത് ഉറങ്ങി നീക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ സ്വപ്നമാണെന്ന് വിചാരിച്ച് നീക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പലതും ജീവിതത്തിൽ നടക്കുന്നത് നമ്മൾ വിചാരിച്ച കാര്യങ്ങളല്ല. അതൊക്കെ ഓരോ വഴി കൂടെ അങ്ങനെ നടക്കുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ എന്താ പറഞ്ഞു ചോദിച്ചാൽ, എന്നോട് ഇപ്പോൾ ഒരാളുണ്ടായി ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇത്ര പേജ് ഉണ്ട്, അതിൻ്റെ ഇത് എന്തായാലും പറയുക മെസ്സേജ്, നിങ്ങൾ കല്യാണം കഴിഞ്ഞത് എത്ര വയസ്സിലാണ്? ഞാനത് ഒരുപാട് എല്ലാ ഭാഗത്തും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, പ്രേമമായിരുന്നോ, എങ്ങനെയാണ് ഇതുണ്ടായി എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയണത് എന്താ ചോദിച്ചാൽ, യൂട്യൂബിൽ ഞാനിതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത ആൾക്കാരാവും ചോദിക്കുന്നുണ്ടാകുക, പ്രേമാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോണത് കണ്ടിട്ട് പ്രേമിച്ചിട്ട് നടക്കുമ്പോൾ പിടിച്ച് കെട്ടിച്ചതാണോ, എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ നമ്മൾ പെണ്ണ് കാണാൻ പോയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ കാലത്ത്, അതായത് 18 വയസ്സാകുന്ന സമയത്ത് പെണ്ണ് കാണാൻ നമുക്ക് ഏകദേശം പക്വതയും കാര്യങ്ങളൊക്കെ എത്തുന്നതിൻ്റെ മുന്നേ പെണ്ണ് കാണാൻ പോയപ്പോൾ കുറച്ച് സംഭവങ്ങൾ, അതിലൊരു 8-10 പെണ്ണ് കാണാൻ പോയെടുത്ത സംഭവങ്ങൾക്ക് നല്ലോണം ഓർമ്മയുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊരു എപ്പിസോഡായിട്ട് എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യങ്ങളാണ്. ചിരിച്ചിട്ടല്ലാതൊക്കെ ആ ഭാഗങ്ങൾ ഓർക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു 10ഓളം എപ്പിസോഡ്, 10 പെണ്ണ് കാണാൻ പോയ കഥ ഞാൻ ഓരോ എപ്പിസോഡായിട്ട് ഏകദേശം നമ്മുടെ ഒരു പണ്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തത് 2 മണിക്ക് ഉച്ചയ്ക്ക്, നാട്ടിലത്തെ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ നമ്മൾ പോസ്റ്റ് ആക്കാനുള്ള ഒരു പരിപാടിയുണ്ട്.
അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ അത് വിട്ട കാര്യമായിരുന്നു. അപ്പം എൻ്റെ കഥകൾ കേട്ടതിൽ ഞാൻ ഏതോ പെണ്ണ് കാണാൻ പോയെടുത്തൊരു കുട്ടി, ആ കുട്ടി വീഡിയോ കാണുന്ന ഇതാത്ര. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, നിങ്ങൾ പെണ്ണ് കാണാൻ പോയതിൽ എൻ്റെ ഇന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടിനെ കാണാൻ പോയതൊക്കെ ഒരുപാട് അന്ന് ഒക്കെ ചിരിച്ച് വീണ സമയമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു എപ്പിസോഡ് പോലെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ചെയ്യാനിത് വേണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടൊക്കെ. കുറച്ച് ആൾക്കാരുണ്ടെങ്കിലാണ് ഞാനത് ചെയ്യണുള്ളൂ. അന്ന് ഞാനൊരു 10-30 പെണ്ണ് കണ്ടിട്ടുണ്ടാകും. അതിൽ കുറച്ച് രസകരമായിട്ടുള്ള പെണ്ണ് കാണലുള്ളതാണ് പറയണത്. അപ്പോൾ അത് പറയും, നമുക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൾക്കാർ എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് നമുക്ക് അതൊരു എപ്പിസോഡായിട്ട് 5 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ ഓരോരുത്തർക്കും പോയതും ഇതൊക്കെ നമുക്ക് കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എന്താണ് വിചാരിച്ച് ലൈഫിൽ അതല്ല കേട്ടോ നടക്കുക. വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ നോക്കിയൊക്കെ വെറുതെ ഇവിടെ കുത്തിരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറയും. നമുക്കൊരു 10 എപ്പിസോഡ് നമുക്ക് ചെയ്യാൻ ഒരു 10 ദിവസം ആയിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ്. എന്താ വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളില്ലാതെ ആയാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ മൂത്താപ്പാടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മാമാടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് കുട്ടികൾക്കെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ കണ്ടിരിക്കാമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പറയണം, നിന്നെ മൊയിലിയരാക്കാനല്ലേ നിങ്ങൾക്ക് ഇഷ്ടം. ഞാൻ നാട്ടിലത്തെ മൊയിലിയർ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കണം. വേണ്ട.